ഹലോ നമസ്കാരം, താരസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും ഉച്ചയ്ക്കുള്ളൊരു പയർ എലിശ്ശേരി മത്തങ്ങ പയർ എലിശ്ശേരിയുടെയും കൂടിയും ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണത്. അപ്പോൾ അതിലേക്ക് നമ്മൾ പാനടുപ്പത്ത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഇവിടെ കട്ട പിടിച്ചിരിക്കുന്ന ഞാൻ സ്പൂൺ കൊണ്ട് കുത്തി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. ഒരുവിധം വലിയ സവാള തന്നെയാണ്. അപ്പോൾ ഈ മുട്ടക്കറിയിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സവാള കാരണം 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഒരിടത്തരം കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളകും, പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണയിൽ നമ്മൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വാടി കിട്ടും. അപ്പം മുട്ട നമുക്ക് അപ്പുറത്ത് അടുപ്പത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുട്ടക്കറിയിൽ സവാള കൂടുതൽ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പം ഞാൻ ഇത് പാലപ്പം മിക്സിൻ്റെ പൊടി നമ്മുടെ കേരള സ്റ്റോറിൽ നിന്ന് ഇവിടെ കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ടാണ് ഞങ്ങൾ തലേ ദിവസം കുറച്ച് തേങ്ങയും ഒരു പിടി ചോറും കൂടി ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഈ പൊടിയും എല്ലാം കൂടി ഒന്ന് അടിച്ച് എടുത്ത് വയ്ക്കണം. എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല പൊങ്ങിയ പാലപ്പം, വെള്ളയപ്പം പാലപ്പമായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. പിന്നെ പാക്കറ്റിലുള്ളത് നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. അപ്പോൾ അതിവിടെ മസ്റ്റായിട്ടും അത് തീരുമ്പോൾ ഇവിടെയൊക്കെ തേങ്ങാപ്പാലിന് പകരം അതാണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ ഉപയോഗമാണ് ഇവിടെ. അപ്പോൾ ഇത് കോക്കനട്ട് മിൽക്ക് പൗഡർ ഞാൻ നാട്ടിലായാലും വാങ്ങിച്ച് വെക്കാറുണ്ട്. രാവിലത്തെ ഇപ്പോൾ കടലക്കറിയിൽ അല്ലെങ്കിൽ മുട്ടക്കറിയിൽ അങ്ങനെയൊക്കെ കറി വെക്കണ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറികളിലൊക്കെ ഞാനിത് ചേർക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡറിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലത്തെ മുട്ടക്കറിക്കും കടലക്കറിക്കും ഗ്രീൻ പീസ് കറിയിലൊക്കെ നമ്മൾ ഇതിൻ്റെ 2 ടീസ്പൂൺ ഇട്ട് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കലക്കി കഴിഞ്ഞാൽ നല്ല തേങ്ങാപ്പാലിൻ്റെ തന്നെ ടേസ്റ്റുള്ള നല്ല കുറുകിയ തേങ്ങാപ്പാൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ അധികം പൊടികളൊന്നും ചേർത്തിട്ടില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്തതിന് ശേഷം അതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ തന്നെ അതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് തക്കാളി ഒന്ന് വാടി വരുമ്പോൾ തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഞാനൊരു 3 ടീസ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ട് അത് ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയാണ് അതിലേക്ക് ഒഴിച്ചത്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള മുട്ടക്കറിയുടെ ഗ്രേവിയുടെ റെഡിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാലപ്പം നമ്മൾ തേങ്ങയും കുറച്ച് ചോറും പഞ്ചസാരയും ഉപ്പൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പൊടിയും കൂടി ചേർത്ത് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് വെക്കണതാണ്. അപ്പോൾ ഒരു പാക്കറ്റിൽ എഴുതിയേക്കണത് തേങ്ങയൊന്നും മറ്റേ ചെറു ചൂടുവെള്ളത്തിൽ ആവശ്യത്തിന് പഞ്ചസാര ഉപ്പും ചേർത്തിട്ട് മിക്സിയിൽ അടിച്ച് വെക്കാനാണ് ഇതിലെഴുതിയേക്കണത്. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യണ പാലപ്പത്തിൻ്റേതായ ഒരു ടേസ്റ്റ് വരില്ല. അപ്പോൾ ഞാനിവിടെ കിട്ടുന്ന ഗ്രേറ്റഡ് കോക്കനട്ട് ഇതിൻ്റെ കുറച്ച് തേങ്ങയും പിന്നെ പഞ്ചസാര ആവശ്യത്തിനും പിന്നെ ഒരു പിടി ചോറും ഉപ്പൊക്കെ കൂടി ചേർത്തിട്ടാണ് അത് അടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പാലപ്പമായിട്ട് കിട്ടി. അപ്പോൾ നമ്മളിത് തലേ ദിവസം തന്നെ അടിച്ച് വെക്കണം. ഇവിടെ തണുപ്പുള്ള സ്ഥലമായ കാരണം രാവിലെ ആകുമ്പോഴാണ് നമുക്കത് ശരിയായിട്ട് പൊങ്ങി വരുള്ളൂ. പിന്നെ ഇവിടെ കിട്ടുന്ന ഇഡ്ഡലിപ്പൊടിയും പിന്നെ വേറെ ചില കമ്പനികളുടെ പാലപ്പപ്പൊടി ഉണ്ട്. അത് 1.5 മണിക്കൂർ നേരം വച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇഡ്ഡലിപ്പൊടിയൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെ രാവിലെ തന്നെ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കിയത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കിട്ടി. അപ്പോൾ ഇത് തലേ ദിവസമാണ് ഇതിങ്ങനെ കലക്കി വെക്കണത്. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളി വെള്ളയപ്പമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയും അവിടെ റെഡിയാണ്, വെള്ളയപ്പം റെഡിയാണ്, പിന്നെ ചായയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. പിന്നെ ഞാനിങ്ങനത്തെ മുട്ടക്കറിയും പുട്ടിൻ്റെ കൂടെയും ഈ മുട്ടക്കറി തന്നെയാണ് വയ്ക്കാറുള്ളത്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ മുട്ടക്കറി വെച്ച ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും കയറി കാണുക.
അപ്പോൾ ഇവിടെ മോൾക്കൊക്കെ മുട്ടക്കറി ഇതിൻ്റെ കൂടെ മുട്ടക്കറിയാണ് കൂടുതലിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ പുട്ടും വെള്ളയപ്പമൊക്കെ ചുടുമ്പോൾ മുട്ടക്കറിയാണ് സാധാരണ ഇവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ പയറും മത്തങ്ങ വെച്ചിട്ടുള്ളൊരു പയർ എലിശ്ശേരിയും കാണിക്കാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ മത്തങ്ങയൊക്കെ ചെറിയൊരു മത്തങ്ങയാണ് ഞങ്ങൾ വാങ്ങിയത്. നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് മത്തങ്ങയ്ക്ക്. ചെറുതാണെങ്കിലും നല്ല മൂത്ത് വിളഞ്ഞ മത്തങ്ങയായിരുന്നു. അപ്പോൾ ഞാൻ മത്തങ്ങ എലിശ്ശേരിയിൽ ഒരു കായയും പിന്നെ ക്യാരറ്റും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റൊക്കെ പിടിച്ച് വേസ്റ്റാക്കി കളയാതെ തന്നെ നമ്മളിങ്ങനെ കറികളൊക്കെ വെക്കുമ്പോൾ അതിലൊക്കെ ചേർക്കുകയാണെങ്കിൽ ക്യാരറ്റൊക്കെ കൂടുതൽ നമ്മൾ സാമ്പാറിലൊക്കെയാണല്ലോ അധികം ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കൂട്ടുകറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ക്യാരറ്റൊക്കെ ചേർക്കുകയാണെങ്കിൽ അത് വേസ്റ്റാകാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ മത്തങ്ങ അരിഞ്ഞിട്ട് നമ്മൾ തൊണ്ടൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുവൊക്കെ ഞാൻ എടുത്ത് വെച്ച്, പക്ഷേ അത് കഴിച്ചപ്പോൾ അത്ര ടേസ്റ്റ് ഒന്നുമില്ല. നാട്ടിൽ കിട്ടുന്ന മത്തങ്ങയുടെ കുരു പോലെയല്ല, ഇതിലധികം ഉള്ളിലെ മാംസമൊക്കെ കുറവായിരുന്നതുകൊണ്ട് ഞാൻ അത് കളയുകയും ചെയ്ത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ല മാംസമുള്ള കുരുവാണെന്ന് വിചാരിച്ചിട്ടാണ് എടുത്ത് വെച്ചത്. അപ്പോൾ അത് ഞാൻ എടുത്തില്ല. പിന്നെ ഈ മത്തങ്ങ നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. പിന്നെ കായയും ക്യാരറ്റും ഞാൻ ഇപ്പുറത്ത് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മിതൊരു മത്തങ്ങയും പയറും കായയും ക്യാരറ്റൊക്കെ കൂടി കൂട്ടിയിട്ടുള്ള ഒരു എലിശ്ശേരിയായിട്ടാണ് വയ്ക്കണത്. മത്തങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിൽ ഞാൻ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരു കഷ്ണ സവാളയും 2-3 പച്ചമുളകും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പയറൊരു 3 വിസിൽ കേട്ടപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയപ്പോൾ അതിൻ്റെ മീതെ നമുക്ക് ഈ കായയും ക്യാരറ്റും മത്തങ്ങയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. വെള്ളം വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒറ്റ വിസിൽ കേട്ടാൽ മതിയാകും. അപ്പോൾ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും. ഒറ്റ വിസിൽ കേട്ടാൽ മതി. പിന്നെ നമുക്ക് ഇതിലൊക്കെ കുറച്ച് തേങ്ങയും 2 ചെറിയ ഉള്ളിയും കൂടിയും മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റണ കറിയാണ്. അപ്പോൾ നമുക്ക് പിന്നെ വേറെ ഞാനിതിൽ തേങ്ങ അടിച്ച് ചേർക്കണുള്ളൂ, വറുത്തൊന്നും ഇടണില്ല. അപ്പോൾ നമ്മൾ പാനടപ്പത്ത് വെച്ച് ഇടാമ്പോൾ കടുകും വറ്റൽമുളകും പൊട്ടിച്ചതിന് ശേഷം അപ്പോൾ ഞാൻ മത്തങ്ങയൊക്കെ ഇട്ട് വേവിക്കണം നേരത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കണ്ട. നമുക്ക് ഈ തേങ്ങയും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഈ കഷ്ണങ്ങളും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി പയർ മത്തങ്ങ എലിശ്ശേരി റെഡിയാണ്. അപ്പോൾ നമ്മുടെ ഉച്ചക്കലത്തെ ലഞ്ചിനുള്ള ഒരു കറിയും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.